വയനാട്ടിലെത്തിയ പ്രിയങ്ക ഗാന്ധിയുടെ പൊതുപരിപാടികൾ ലീഗ് നേതൃത്വത്തെ അറിയിച്ചില്ലെന്ന് പരാതി. കടുത്ത അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച ലീഗ് നേതൃത്വം പ്രിയങ്കയുടെ പൊതുപരിപാടികളിൽ പങ്കെടുത്തില്ല. വിമാനത്താവളത്തിലും പ്രിയങ്കയെ സ്വീകരിക്കാൻ ലീഗ് നേതാക്കൾ എത്തിയിരുന്നില്ല. വയനാട് മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് ശക്തി കേന്ദ്രങ്ങളിൽ നടന്ന പരിപാടികളിലും ലീഗ് അണികളുടെ അസാന്നിധ്യം ചർച്ചയായതോടെ എടവണ്ണയിലെ സ്വീകരണവേദിയിൽ പി കെ ബഷീർ MLA എത്തി. അഷ്കർ അലി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഷ്കർ, ലീഗിന്റെ MP എന്ന് പ്രിയങ്ക ഗാന്ധിയെ BJP പരിഹസിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇതിപ്പോൾ ഈ ലീഗ് നേതാക്കളെ ആരെയും ക്ഷണിച്ചില്ല, അതിൽ ലീഗ് അതൃപ്തി പ്രകടിപ്പിച്ചു. ഇതിൽ കോൺഗ്രസ് നൽകുന്നൊരു വിശദീകരണം എന്താണ് അഷ്കർ? റോഷ്നി, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവഗണന ഉണ്ടായി, ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് UDFന്റെ ഭാഗത്തു നിന്ന് വലിയ അവഗണന ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കളും ലീഗ് കേന്ദ്രങ്ങളും ഒരുപോലെ പറയുന്നത്. പ്രത്യേകിച്ച് ഓരോ ഘട്ടത്തിലും രാഹുൽ ഗാന്ധി ആദ്യം വയനാട് മത്സരിക്കാൻ വരുന്ന ഘട്ടം മുതൽ തന്നെ ഓരോ ഘട്ടത്തിലും രാഹുലും പ്രിയങ്കയും ഒക്കെ എത്തുമ്പോഴെല്ലാം അവർക്കൊപ്പം തന്നെ വേദി പങ്കിട്ടിരുന്ന, അവരൊപ്പം തന്നെ സ്ഥിര സാന്നിധ്യമായിരുന്ന ആളുകളായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കൾ. സ്വാദിഖ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ അബ്ബാസ് അലി തങ്ങളടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ഓരോ വേദികളും റോഡ് ഷോകളും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവർക്ക് എത്തുമ്പോൾ വിമാനത്താവളങ്ങളിൽ സ്വീകരിക്കാൻ പോലും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോ അല്ലെങ്കിൽ ലീഗിൻ്റെ പ്രതിനിധികളോ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇന്ന് പ്രിയങ്ക ഗാന്ധി കരിപ്പൂരിലെത്തിയപ്പോൾ അത്തരത്തിൽ പ്രതിനിധികൾ പോലും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു ചിത്രം. അത് ലീഗ് നേതാക്കൾ പറയുന്നത് ഇത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടികൾ നിശ്ചയിക്കുന്നതിലോ അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആസൂത്രണം ചെയ്യലോ ലീഗുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കൂടിയാലോചനകൾ നടത്തിയിട്ടില്ല. ഇല്ലെങ്കിൽ ലീഗിനെ ഔദ്യോഗികമായി അറിയിക്കുകയോ ഘടകകക്ഷി എന്നുള്ള നിലയിൽ പോലും ലീഗിനെ ഔദ്യോഗികമായി അറിയിക്കുകയോ ഈ പരിപാടിയിലേക്ക് ലീഗ് നേതാക്കളെ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ഗുരുതര ആരോപണമാണ് ലീഗ് കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് വലിയ അതൃപ്തി ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെ ആദ്യം കരിപ്പൂരിലെത്തുമ്പോൾ, കഴിഞ്ഞ തവണയൊക്കെ കരിപ്പൂരിലെത്തുമ്പോൾ ലീഗിൻ്റെ ഉന്നത നേതാക്കൾ അല്ലെങ്കിൽ പിന്നീട് മണ്ഡലം MLA എന്നുള്ള നിലയിൽ TV ഇബ്രാഹിമോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ PA അബ്ദുൽ ഹമീദ് MLA അടക്കമുള്ള ആളുകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ ആരും തന്നെ ഇന്ന് കരിപ്പൂരിലുണ്ടായിരുന്നില്ല. അതിനുശേഷം മുക്കത്തേക്ക് എത്തുന്നു. മുക്കത്തും ഇതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതൃനിരയിൽപ്പെട്ട ഒരു മുഖവും കണ്ടില്ല. കരുളായിലും വണ്ടൂരുമൊക്കെ പിന്നീട് PV അബ്ദുൽ വഹാബ് MP എത്തുമെന്ന് പറഞ്ഞെങ്കിൽ പോലും അവരും എത്താത്ത സാഹചര്യമുണ്ട്. ഒടുവിൽ എടവണ്ണയിലാണ് ഒരു ആശ്വാസം എന്ന നിലയിൽ എടവണ്ണ MLA കൂടിയായിട്ടുള്ള ഏറനാട് MLA കൂടിയായിട്ടുള്ള PK ബഷീർ MLA വേദിയിലെത്തുന്നത്. എന്നാൽ ആ പരിപാടിയുടെ ആസൂത്രകൻ നേരത്തെ തന്നെ ഏറനാട് മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് നേതൃത്വം നൽകിയിരുന്ന ആൾ കൂടിയാണ് PK ബഷീർ MLA. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് PK ബഷീർ MLA അവിടെ പങ്കെടുക്കുന്നത്. അത് മാറ്റി നിർത്തിയാൽ ലീഗിന് എന്തായാലും ഒപ്പം നിന്നവരെ മറക്കരുത് എന്ന ലീഗിന്റെ പ്രാദേശിക നേതാവൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ലീഗ് നേതാക്കൾ പ്രതികരിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കി തന്നെ കാണാം. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്.